എവിടെയോ പറയുന്നത് കേട്ടു H&Mൽ സെയിൽസ് നടക്കുന്നുണ്ടെന്നും. അന്നാ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ചെന്നപ്പോഴല്ലേ മനസ്സിലായത് പറഞ്ഞത് സത്യ. നല്ല അടിപൊളി ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഈ സമ്മറല്ലേ, സമ്മർ ടൈപ്പ് ഡ്രസ്സിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വാങ്ങി ഒരു 5-6 എണ്ണം. വാങ്ങിയ ഒരെണ്ണുള്ളൂ, 5-6 എണ്ണം ട്രൈ ചെയ്യാൻ കൊണ്ടുപോയി. ഈ ഷോപ്പിംഗ് വിത്ത് ടോഡ്ലർ അത് ഭയങ്കര ഒരു തലവേദനയാണ്. നമുക്കങ്ങോട്ട് ആർമാദിക്കാൻ പറ്റില്ല. നേതക്കുട്ടൻ്റെ കയ്യിൽ ഫുഡ് കഴിഞ്ഞാൽ അപ്പം അവന് സ്ട്രോളറിൽ നിന്ന് ഇറങ്ങി അവിടെ ഓടണം. സ്ട്രോളറിൽ ഇരിക്കാനേ അവനെ ഇഷ്ടമല്ല. ഇത് നൈനു. സമ്മറിൽ വിൻ്റർ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കണം നൈനു. അതുപോലെ അവിടെ ഊരി വെച്ചിട്ടുണ്ട് അവളത്. കേട്ടാ, അവൻ്റെ ഫുഡ് കഴിഞ്ഞു, ഇനി അവനെ സ്ട്രോളറിൽ ഇരിക്കില്ല. അവന് ഓടണം, ചാടണം. എൻ്റെ സ്വഭാവം അറിയില്ല. സ്വീഡനായ കാരണം അവർ രക്ഷപ്പെട്ട് പോണതാണ്. പിന്നെ അതേ നൈനുമോൾക്ക് ഈ ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങിയേ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളെങ്കിൽ സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ചു. ഇനി വെക്കേഷൻ അല്ലെങ്കിൽ സ്കൂളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലയെന്ന്. ആക്ച്വലി നമ്മൾ 2 ദിവസം പോയ വീഡിയോ ആണ് കേട്ടോ. ഇതിലിടയിൽ ഞാൻ നെക്സ്റ്റ് ഡേ പോയ വീഡിയോസും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ വാങ്ങാൻ പോയി, നെക്സ്റ്റ് ഡേ നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോയി. റിട്ടേൺ ചെയ്യാത്ത ഒരു പരിപാടി നമ്മൾക്കില്ല. ഷോപ്പിംഗ് കഴിഞ്ഞോ നെക്സ്റ്റ് ഡേ നമുക്കത് റിട്ടേൺ ചെയ്യണം. അന്നാലാണ് ആ ഷോപ്പിംഗ് പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. H&Mൽ മാത്രമല്ല, കുറേ ഷോപ്സിൽ നല്ല സെയിൽ ഉണ്ടായിരുന്നു. ഇത് സമ്മർ സെയിൽ, ഈ സീസൺ വൈസ് സെയിൽ വരുമല്ലോ. അപ്പോൾ സമ്മറിൻ്റെ സെയിലായിരുന്നു. നല്ല അടിപൊളി ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഒരു ഐസ്ക്രീമാണ് മാഗ്നം കമ്പനിയുടെ പിസ്താഷ്യും പിന്നെ ഓറഞ്ചും. നമ്മൾക്ക് ഈ മാഗ്നം കമ്പനിയുടെ ഈ വൈറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് വാങ്ങി കഴിക്കുമായിരുന്നു. പക്ഷേ ഈ 2 ഫ്ലേവറും എനിക്ക് ഇഷ്ടേ ആയില്ല. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല.